സത്യം പറഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത് മാത്രം കൂട്ടി തന്നെ കുറേ ചോറുണ്ണാം. ഇന്നൊരു പെട്ടെന്നൊരു ലഞ്ച് ബോക്സ് റെഡി ആക്കിയാലോ. അപ്പം എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നല്ല ചൂട് പുളിശ്ശേരി ഉണ്ട്, അത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ബ്രിഞ്ചാൽ ഫ്രൈയും, അത് നല്ല വലിയ വഴുതനങ്ങയില്ലേ, അത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതും സൂപ്പറാണ്. പിന്നെ നല്ല കൊച്ചു മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, ചാളയില്ലേ, അതിങ്ങനെ ചെറിയ ചാളയായിരുന്നു, അതും നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതും ഉണ്ട്. അപ്പം ഇതൊക്കെ ആട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം എങ്ങനെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ വേണേൽ വഴുതനങ്ങ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് ഓയിലിലോ വെള്ളത്തിലോ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇനി അതിന് ശേഷം നമുക്ക് ഓരോ വഴുതനയിലും രണ്ട് സൈഡിലും നല്ലപോലെ തേച്ച് കൊടുക്കാം. ഇതൊരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെക്കണേ, അപ്പം നല്ലപോലെ ആ വഴുതനയിൽ പിടിച്ച് കിട്ടും. അതവിടെ സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഫിഷ് ഫ്രൈക്കുള്ള മസാല റെഡി ആക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഇത്രയും ഉള്ളി എടുക്കുന്നുണ്ട്, അതുപോലെ ഇത്രയും കുരുമുളകും, അതുപോലെ നമ്മൾ ഒരു കുടം വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്, കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണേ. ഉള്ളിയും നമ്മളെല്ലാം സെപ്പറേറ്റ് ചതച്ചെടുക്കുന്നുണ്ട്. ചെറിയുള്ളി തന്നെ എടുക്കാൻ നോക്കണം, എപ്പോഴാണ് കേട്ടോ ആ ടേസ്റ്റ് വരണേ. അപ്പം നമുക്കെല്ലാം ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി പേസ്റ്റ് എല്ലാം നമുക്ക് മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഒരു 15 മിനിറ്റെങ്കിലും മിനിമം വെക്കണേ. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നമ്മൾ എല്ലാം മീനിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചതും കൂടി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു 15 മിനിറ്റ് വെക്കണമല്ലോ. അത് അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴേക്കും വേഗം നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചട്ടി വെച്ചു, ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു, പിന്നെ നമ്മൾ വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, അതൊക്കെ നല്ല വേറൊരു ഫ്ലേവർ തരും, നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ അത് ആഡ് ചെയ്യണില്ല. നമ്മളതിലേക്ക് നമ്മൾക്ക് തൈര് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അധികം നേരം തിളപ്പിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒരു തള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇത്രയും മതി. നമ്മുടെ പുളിശ്ശേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം ഒന്ന് ബ്രിഞ്ചാലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബ്രിഞ്ചാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കണേ, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ സൈഡും 3 മിനിറ്റ് നേരം വേവിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ബ്രിഞ്ചാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി പാനിലേക്ക് നമ്മൾ മത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നിങ്ങനെ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കെല്ലാം അങ്ങനെ മത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ മത്തിയാണേ, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അധികം ഓയിലൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ മത്തി നമുക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ അധികം വേവണത് ഇഷ്ടമില്ല കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് നല്ലപോലെ മൊരിയണ മത്തിയായിരിക്കും ഇഷ്ടം, ഇവിടെ അധികം ഇഷ്ടമില്ല മൊരിയണത്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ഫ്ലേവർ നല്ലതാണേ. റെഡി ആയിട്ടുണ്ട്, നല്ല രീതിയിൽ മത്തി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മളിതൊരു ഇലയിലേക്കാട്ടോ ആഡ് ചെയ്ത് വെക്കണേ. അപ്പോൾ ആ ഇലയുടെ ഒരു മണം കൂടി ഇരിക്കുമ്പോൾ നല്ലതായിരിക്കും, ടേസ്റ്റും കൂടും. അപ്പോൾ നമ്മൾ നല്ല ചൂട് ചോറിൽ നമ്മൾ പുളിശ്ശേരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിഞ്ചാൽ ഫ്രൈ വയ്ക്കാം. സത്യത്തിൽ ഇത് രണ്ടും മതി കേട്ടോ, നമുക്ക് നല്ലപോലെ ചോറ് കഴിക്കാം. ഇനി നമ്മുടെ മത്തി ഫ്രൈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൊണ്ടാട്ടമുളക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ഇതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചായിരുന്നു കേട്ടോ അന്ന് നമ്മൾ ചെയ്തത്. അതിൽ ബ്രിഞ്ചാൽ ഫ്രൈ ഭയങ്കര സ്പെഷ്യലാണേ, അത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയണേ. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇതുപോലെ കോവയ്ക്കൊക്കെ ഫ്രൈ ചെയ്യൂലേ, അതുപോലൊക്കെ തിരുട്ടുന്ന ടേസ്റ്റ് തന്നെ. ബ്രിഞ്ചാലാവുമ്പോൾ ഭയങ്കര വേറൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പുളിശ്ശേരിയും, പിന്നെ നമ്മുടെ നല്ല മത്തിയായിരുന്നു, അപ്പം അതും ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊണ്ടാട്ടം നമ്മൾ സാധാരണ ഉണ്ടാവാറുണ്ട് വീട്ടിൽ, അപ്പം അതും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്
എങ്ങനെയുണ്ടെന്ന് കമന്റ്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് കമന്റ്സിൽ അറിയിക്കണേ. അപ്പൊ ഇതുപോലെ റെസിപ്പീസ് കാണണമെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് സബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ എല്ലാവർക്കും താങ്ക്